ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടിന്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തേത് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇതും കൂടി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1 കിലോൻ്റെ അടുത്തുണ്ട്. എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ തന്നെ യൂസ് ചെയ്യുക. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് ഇത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് 2 ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം എടുക്കും ഒരു ഭാഗമായി വരാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി എന്തൊക്കെ ചേരുവകളാണ് ചേർക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കി അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ട്. നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ സെയിം അളവിൽ തന്നെ തക്കാളി എടുക്കണം. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണം അളവ്. അപ്പോൾ അതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ തന്നെ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ ഒറിഗാനോ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. നമ്മൾ സാധാ പശുവും പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ്റെ അളവിൽ അത് കറക്റ്റാണ്. പാകത്തിന് അതുണ്ട്. പാകത്തിനുള്ള ലൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് നല്ല തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമുക്കിതിലെ ഉപ്പും മുളകും എരിവും ഒക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കനില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കനിലേക്ക് ഈ ഒരു ഗ്രേവി പിടിക്കുന്നത് വരെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളായി ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളായി. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു നല്ല കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു ബട്ടർ ചിക്കൻ ആയിട്ട് തോന്നും, പക്ഷേ ടേസ്റ്റ് അതേയല്ല. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും. ചപ്പാത്തി ആണെങ്കിലും പൊറാട്ടയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യണേ. ഇൻഷാ അല്ലാ നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും പറയണം. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.